ഈ ഒരു പോസ്റ്റ് ഉണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മളെ KT ജലീൽ സാറ്, മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA KT ജലീൽ സാറ് കുറേ ദിവസമായിട്ട് നല്ല ഉറക്കിലാണ്. ഒരാഴ്ചയായി നല്ല കുംഭകർണൻ്റെ ഉറക്കാണ്. ഈ നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിങ്ങനെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അയാൾ ചാടി എണീറ്റ് കണ്ണും മുഖമൊക്കെ തിരുമ്മി ഒന്ന് ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് വന്ന് ഞാൻ ഹാളിലേക്ക് വന്ന സമയത്താണ് ഒരു മുദ്രാവാക്യം വിളിയുടെ സൗണ്ട് കേൾക്കുന്നത്. ഇതാരാടാ ഇത്ര രാവിലെ ഒരു മുദ്രാവാക്യം വിളിയെന്നും പറഞ്ഞ് അയാൾ ജനൽ തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, എടാ ഇത് നമ്മളെ ആൾക്കാരല്ലേ, നമ്മളെ സംഘടനയിൽപ്പെട്ട, അതായത് നമ്മളെ സഹായിച്ചാൽ നമ്മളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ആൾക്കാരല്ലേ, എന്താ ഈ പ്രശ്നമെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നോക്കി. അപ്പോഴാണ് അവർ പറയുന്നത്, TV ചാനലിരുന്ന് വർഗീയ പരാമർശം നടത്തിയ PC ജോർജിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ പ്രതിഷേധിച്ചാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇത് നമുക്ക് പണിയാകുമല്ലോ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ നിലമ്പൂരിൽ നമ്മളെ അൻവർക്ക രാജിവെച്ച ആ സീറ്റിലും തിരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ അതൊരു പണിയാകുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആകെ വെപ്രാളപ്പെട്ടിട്ട് നേരെ പിണറായി വിജയനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെ അപ്പം ഗോവിന്ദേട്ടനെ വിളിച്ചു. ഇവിടെ സംഗതി ആകെ പെശകാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇളകി തുടങ്ങിയിരിക്കുന്നു. നമ്മളെ സൈബർ സഖാക്കൾ ഒഴികെ ബാക്കി എല്ലാവരും എതിരാണ്. നമ്മളെ സഖ്യകക്ഷിയിൽപ്പെട്ട PC ജോർജ്, അതായത് BJPയുടെ നേതാവായ PC ജോർജാണ് ഇങ്ങനെ വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര വേഗം എന്തെങ്കിലും ഒരു പരിപാടി കാണണമെന്ന് ആകെ പരിഭ്രമിച്ചു പോയ അപ്പം ഗോവിന്ദേട്ടൻ ഉടൻ തന്നെ ജലീലിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ്, ജലീലെ നീ ഒരു പത്രസമ്മേളനം നടത്ത്, എത്രയും പെട്ടെന്ന് നമ്മൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചിട്ട് അപ്പം നമ്മൾ സംഘടനക്കാരുടെയൊക്കെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ല തൽക്കാലത്തേക്കൊന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത് മതി, അപ്പം തൽക്കാലം അങ്ങനെ ഒരു ആശ്വാസം കിട്ടും നമുക്ക്, അതുകൊണ്ട് നീ ഒരു പത്രസമ്മേളനം നടത്തുക പറഞ്ഞാൽ അങ്ങനെ പത്രസമ്മേളനം നടത്തിയതാണ് ഈ പോസ്റ്റ്, നിങ്ങൾ കണ്ട പോസ്റ്റ്. അങ്ങനെ ഉടൻ തന്നെ പിണറായി വിജയനും നമ്മളെ ഗോവിന്ദേട്ടനൊക്കെ കൂടി ഒരു ചർച്ചയൊക്കെ നടത്തി നേരെ ആഭ്യന്തരമന്ത്രിയായ നമ്മളെ വത്സൻ തില്ലങ്കരിയെ വിളിച്ചിട്ട് പറഞ്ഞ്, വത്സേട്ടാ ഒരു പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് PC ജോർജിനെ വിളിച്ചിട്ട് എന്താണ് കാര്യങ്ങളെന്ന് സംസാരിക്കണം, ഇതിനു വേണ്ടി എന്തൊക്കെ നടപടി ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അദ്ദേഹവുമായി കൂടിയാലോചിച്ചിട്ട് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായ തില്ലങ്കരിയേട്ടൻ നേരെ ഇനിയും DIGനെയും ഒക്കെ വിളിച്ചിട്ട് വന്ന് എന്താണ് ഇതിൻ്റെ കമ്മീഷണറൊക്കെ വിളിക്കുന്നത്, എന്നിട്ട് എന്താണ് ഇതിനൊരു പോം വഴിയെന്ന് കൂടിയാലോചിക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് നമുക്കൊന്ന് PC ജോർജിനെ വിളിച്ചിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനത്തിലെത്താമെന്ന്. അങ്ങനെ PC ജോർജിനെ വിളിക്കുന്നു. PC ജോർജ് ഇവരെ ആശ്വസിപ്പിക്കുന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളെ ഭരണകക്ഷിയല്ലേ, അപ്പം നമുക്ക് വേണ്ടത് ചെയ്യേണ്ടതല്ലേ, നിങ്ങൾ ഏതായാലും എൻ്റെ പേരിലൊരു കേസ് എടുത്തോളൂ, ജാമ്യമില്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇല്ല കേസ് എടുത്തോളൂ, എനിക്ക് ഒരാഴ്ച സമയം തന്നാൽ മതി, അതിനിടയിൽ നിന്ന് ഞാൻ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം എടുത്തോളാം എന്ന് പറഞ്ഞ് ആ ഉറപ്പിൻ്റെ മേലിൽ അങ്ങനെ പോലീസ് PC ജോർജിനെതിരെ കേസെടുക്കുന്നു. അങ്ങനെ ജാമ്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 5 ദിവസമായി ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ഇന്നോ നാളെയോ കിട്ടുമായിരിക്കും. അതിന് ശേഷം ബാക്കി പരിപാടികൾ ആലോചിക്കുന്നതായിരിക്കും. അത്രയേയുള്ളൂ സംഭവം. ഈ പത്രസമ്മേളനത്തിൻ്റെ പിന്നിൽ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ നാടകങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സംഭവം മനസ്സിലായല്ലോ. അപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, നമ്മളെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ്, 2 തിരഞ്ഞെടുപ്പാണ് മുമ്പിലുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ.